അപ്പൊ നജീബിനെ ഒരു സ്ഥാനാർത്ഥിത്വത്തിന്റെ പേരിൽ ഇവിടുന്ന് ഇപ്പൊ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കി എന്തെങ്കിലും തരത്തിൽ ഡിസ്റ്റർബ്ഡ് ആക്കാം എന്നുള്ളതാണ് ഈ പോസ്റ്റർ കൊണ്ട് ആരെങ്കിലും ഉദ്ദേശിച്ചിരുന്നെങ്കിൽ മുമ്പ് കാലങ്ങളിൽ ഇതേപോലെ ഇറങ്ങിയിരുന്ന പോസ്റ്ററിന്റെ 7 അയലത്ത് പോലും എത്താൻ ഈ പോസ്റ്ററിന് പറ്റിയിട്ടില്ല. ഇത് അമ്പേ പരാജയമാണ്. ഇത് തുടക്കത്തിൽ തന്നെ പാളി എന്നുള്ളതാണ് ഞങ്ങൾക്ക് അവരോട് പറയാനുള്ളത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് പെരിന്തൽമണ്ണയില് ഒറ്റ പേരുള്ളൂ, നജീബ് കാന്തർ. അതിന്റെ അപ്പുറത്തേക്ക് ഒരു പേര് UDF-നില്ല. ഇടതുപക്ഷത്തിനെ സംബന്ധിച്ച് CPM-നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ വേണ്ടി ആളുകളെ തെരഞ്ഞു നടക്കുക. പെരിന്തൽമണ്ണ നിയോജകമണ്ഡലത്തില് നജീബ് കാന്തപുരം MLA-ക്കെതിരെ ചില പോസ്റ്ററുകളൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെയുള്ള ആളുകളെ പെരിന്തൽമണ്ണ നിയോജകമണ്ഡലത്തിലുള്ള AK നാസർ മാസ്റ്റർ നിയോജകമണ്ഡലം മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റാണ്. അഡ്വക്കേറ്റ് AK മുസ്തഫ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. പിന്നെ താമരത്ത് ഉസ്മാൻ മുസ്ലിം ലീഗിന്റെ ജില്ലാ സെക്രട്ടറിയാണ്. അപ്പൊ ഈ നാട്ടുകാരെ എന്തുകൊണ്ട് മത്സരിപ്പിക്കുന്നില്ല എന്ന തരത്തിലുള്ള പോസ്റ്റർ വരുന്നുണ്ട്. അപ്പൊ ആ കൂട്ടത്തില് അഡ്വക്കേറ്റ് AK മുസ്തഫ നമ്മോടൊപ്പം ഉണ്ട്. ഇപ്പൊ ഈ പോസ്റ്റർ യുദ്ധം തുടങ്ങാനുള്ള കാരണം എന്താണ്? അല്ലെ, ഈ പോസ്റ്റർ വിപ്ലവം പെരിന്തൽമണ്ണ നിയോജകമണ്ഡലത്തിൽ മുമ്പുണ്ടായിട്ടുണ്ട്. അത് UDF-ന്റെ പ്രവർത്തനത്തിനെ മുമ്പും ബാധിച്ചിട്ടില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും അത് ബാധിക്കാൻ വേണ്ടി പോകുന്നില്ല. പിന്നെ ഇവിടുത്തെ ഭാരവാഹികളെയും നേതാക്കന്മാരെയും ബൈപ്പാസ് ചെയ്ത് നജീബിനെ അത് കുഞ്ഞാലിക്കുട്ടിയുടെ പേയ്മെന്റ് സീറ്റ് എന്നുള്ള രൂപത്തിലൊക്കെ വക്രീകരിച്ചും ചിത്രീകരിച്ചുമാണ് ഈ കാര്യങ്ങളൊക്കെ പ്രതിഫലിക്കുന്ന രൂപത്തിലുള്ള പോസ്റ്റർ വന്നിട്ടുള്ളത്. നജീബ് കാന്തപുരം അങ്ങനെ ഒരു പേയ്മെന്റ് സീറ്റിലൂടെ വന്ന ആളല്ല എന്നുള്ളത് ആർക്കാ അറിയാത്തത്. അദ്ദേഹം യൂത്ത് ലീഗിന്റെ സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് ആയിരിക്കെയാണ് കഴിഞ്ഞ ടേമിൽ ഇവിടെ മത്സരിക്കാൻ വേണ്ടി വരുന്നത്. അദ്ദേഹത്തിനെ പോലെ ഉള്ള ഒരാൾ കുഞ്ഞാലിക്കുട്ടിയെ പണം കൊടുത്ത് വശത്താക്കി ഒരു സീറ്റ് വാങ്ങാനുള്ള ത്രാണി ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രമേൽ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെയും അറിയാം, അതേപോലെ തന്നെ നജീബിനെയും വർഷങ്ങളായിട്ട് അറിയുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ അത് തീർത്തും അങ്ങനെയുള്ള ഒരു ഇതിനെക്കുറിച്ചുള്ള യാഥാർത്ഥ്യ ബോധമില്ലാത്ത ഒരാളുടെ ഒരു ചിന്തയിൽ നിന്ന് വന്നതാണ് ആ ഒരു എഴുത്ത്. അത് തന്നെ അതിൽ ഏറ്റവും വലിയ പരാജയം. ജനങ്ങളുടെ മുമ്പിൽ ബോധ്യപ്പെടുത്താൻ കുറെ പ്രയാസപ്പെടേണ്ടുന്ന ഒരു പ്രയോഗമാണത്, പേയ്മെന്റ് സീറ്റ് എന്നുള്ളത്. പിന്നുള്ളത് യൂത്ത് മുസ്ലിം ലീഗിന്റെ ഇവിടുത്തെ ഭാരവാഹികളെ സംബന്ധിച്ചിടത്തോളം അവരും കാലങ്ങളായി അതത് വിഷയങ്ങളിൽ കാര്യമായ പരിഗണനയ്ക്ക് വിധേയരായ ആളുകളാണ്. ഒന്ന് താമരത്ത് ഉസ്മാനാണ്. താമരത്ത് ഉസ്മാൻ ആയ കാലത്ത് ഇവിടെ കൗൺസിലർ ആയിട്ടുണ്ട്. അവസരം കിട്ടിയപ്പോൾ ഒക്കെ ജനപ്രതിനിധി ആയിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു, ജില്ലാ ജനറൽ സെക്രട്ടറി ആയിരുന്നു. അതിനുശേഷം ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ ജില്ലാ സെക്രട്ടറിയാണ്. പിന്നെ ഒന്നുള്ളത് AK നാസർ മാഷാണ്. നാസറും തന്നെ 10-25 കൊല്ലക്കാലം ബ്ലോക്കിലും പഞ്ചായത്തിലും ഒക്കെ പാർട്ടി സ്ഥാനം കൊടുത്തിട്ടുണ്ട്. ഒരു കാലത്തും പാർട്ടി നാസറിനെ പരിഗണിക്കാതിരുന്നിട്ടില്ല. ഇപ്പോ അദ്ദേഹം മുസ്ലിം ലീഗ് നിയോജകമണ്ഡലം മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റാണ്. ഞാൻ മുസ്ലിം ലീഗിന്റെ നിയോജകമണ്ഡലം പ്രസിഡന്റ് ആയിരുന്നു. എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കാൻ പാർട്ടി അവസരം നൽകി എന്നെ പ്രസിഡന്റ് ആക്കി. പാർലമെന്ററി രംഗത്ത് ആദ്യമായിട്ടാണ് ഞാൻ മത്സരിക്കുന്നത്. ഞാൻ അതിന് മുമ്പും പിന്നെ ഇപ്പോഴും ഇല്ല. അന്ന് ആദ്യം തന്നെ എന്നെ പ്രസിഡന്റ് ആക്കി വളരെ മനോഹരമായിട്ട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭരണവും കാര്യങ്ങളും കാഴ്ചവെച്ചതൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെ റിപ്പോർട്ട് ചെയ്തത് നിങ്ങൾക്ക് തന്നെ അനുഭവമുണ്ട്. അപ്പൊ ഞങ്ങളെ ആരും പാർട്ടി പരിഗണിക്കാത്തൊരു പ്രശ്നം ഇവിടെ നിലനിൽക്കുന്നേ ഇല്ല. പിന്നെ നജീബിനറിയാം ഞങ്ങൾ ആരാണെന്നുള്ളത്. ആ രീതിയിലാണ് ഞങ്ങൾ ടീം UDF മുന്നോട്ട് പോകുന്നത്. ബാബുരാജ് ആരാണെന്നറിയാം, ആനന്ദൻ ആരാന്നറിയാം, സക്കീർ ആരാന്നറിയാം, കോൺഗ്രസ്സുകാരെ മുഴുവനായിട്ടും ആരാന്നറിയാം. അവരുടെയൊക്കെ സ്ഥാനങ്ങൾക്കും ഓരോരുത്തർക്കും കൊടുക്കേണ്ട പരിഗണനകൾ കൊടുത്ത് തന്നെയാണ് നജീബ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ നജീബിനെ ഒരു സ്ഥാനാർത്ഥിത്വത്തിന്റെ പേരിൽ ഇവിടുന്ന് ഇപ്പൊ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കി എന്തെങ്കിലും തരത്തിൽ ഡിസ്റ്റർബ്ഡ് ആക്കാം എന്നുള്ളതാണ് ഈ പോസ്റ്റർ കൊണ്ട് ആരെങ്കിലും ഉദ്ദേശിച്ചിരുന്നെങ്കിൽ മുമ്പ് കാലങ്ങളിൽ ഇതേപോലെ ഇറങ്ങിയിരുന്ന പോസ്റ്ററിന്റെ 7 അയലത്ത് പോലും എത്താൻ ഈ പോസ്റ്ററിന് പറ്റിയിട്ടില്ല. ഇത് അമ്പേ പരാജയമാണ്. ഇത് തുടക്കത്തിൽ തന്നെ പാളി എന്നുള്ളതാണ് ഞങ്ങൾക്ക് അവരോട് പറയാനുള്ളത്. അത്തരം ആളുകളോട് ഞങ്ങൾക്ക് സഹതാപം മാത്രമേ ഉള്ളൂ. കാരണം എന്താ പറയുക, ഇതിലെ വാക്പ്രയോഗങ്ങളും ഒക്കെ കണ്ടാൽ തന്നെ അറിയാം ഇതിങ്ങനെ ആരുടെയോ ഒരു ഉച്ചക്കിറുക്കാണെന്നുള്ളത്. അതിനൊക്കെ കൂടി മറുപടി പറയേണ്ടതൊന്നും കാര്യം ഞങ്ങൾക്കില്ല. പിന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ പേര് പരാമർശിച്ചാൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയാതിരിക്കാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് ഞങ്ങളുടെ അവസ്ഥ കൃത്യമായിട്ട് നിങ്ങളോട് പങ്കുവച്ചു എന്ന് മാത്രം. ഇപ്പൊ കഴിഞ്ഞ ദിവസം രാത്രി ഇവിടെ ഒരു ഫ്ലെക്സ് അടിച്ചു വെക്കലും MLA-ക്കെതിരെ എന്തൊക്കെയോ പുതിയ ഇവിടെ സ്ഥാനാർത്ഥികളില്ലേ എന്നൊക്കെ രീതിയിലൊക്കെ വന്നു, പലരും ഇങ്ങനെ പറഞ്ഞു. അപ്പോ എന്താണ് ഇപ്പൊ ഫ്ലെക്സ് യുദ്ധത്തിന്റെ സമയമായോ? സമയമായില്ലല്ലോ. ഇതെന്ത് ഫ്ലെക്സ് യുദ്ധമാണത്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് പെരിന്തൽമണ്ണയില് ഒറ്റ പേരുള്ളൂ, നജീബ് കാന്തർ. അതിന്റെ അപ്പുറത്തേക്ക് ഒരു പേര് UDF-നില്ല. ഇടതുപക്ഷത്തിനെ സംബന്ധിച്ച് CPM-നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ വേണ്ടി ആളുകളെ തെരഞ്ഞു നടക്കുക, ഒരു പണച്ചാക്കിനെ തെരഞ്ഞെടുക്കുക. സ്ഥാനാർത്ഥി നിർത്താൻ പോലും ആളില്ലാത്ത സ്ഥിതിയിലേക്ക് ഈ നിയോജക മണ്ഡലത്തിൽ മാറിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫുൾ ക്രെഡിറ്റ്
ഇവിടുത്തെ MLA ആയ നജീബ് കാന്തർ. ഇവിടെ കേരളത്തിൽ നടന്ന എല്ലാ സർവേകളും എടുത്ത് നോക്കിയോളൂ. നജീബ് കാന്തരത്തിന്റെ പേര് പറയാതെ ഒരു സർവേയും കടന്നു പോയിട്ടില്ല. മാതൃഭൂമിയുടെ സർവേ, അതേപോലെ തന്നെ റിപ്പോർട്ടർ സർവേ, ഏത് സർവേ എടുത്ത് നോക്കി നജീബ് കാന്തപുരം എന്ന MLA പേരില്ലാണ്ട് ഒരു സർവേയും കേരളത്തിൽ കടന്നു പോയിട്ടില്ല. എന്തുകൊണ്ടാണ്? അദ്ദേഹം ഇവിടെ നടപ്പിലാക്കിയ പദ്ധതികൾ ഇവിടെ ജനങ്ങളുടെ ഹൃദയത്തിലാണ് അദ്ദേഹം ജീവിക്കുന്നത്. UDF-കാരുടെ ഹൃദയത്തിൽ, സാധാരണക്കാരായ ആളുകളുടെ, ജനങ്ങളുടെ ഹൃദയത്തിൽ ജീവിക്കുന്ന MLA ആണ് നജീബ് കാന്തപുരം. അതുകൊണ്ട് തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വവും അദ്ദേഹത്തിന്റെ വിജയത്തിലൊന്നും ഒരു സംശയവും ഞങ്ങൾക്കില്ല. ഇടതുപക്ഷത്തിനെ സംബന്ധിച്ച് ഒരു സ്ഥാനാർത്ഥിയെ തരൂ, അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥി ആരെങ്കിലും ഒരു സ്ഥാനാർത്ഥി ആവൂ എന്ന് പറഞ്ഞ് പരിഭ്രാന്തരായി ഓടി നടക്കേണ്ട സ്ഥിതിയിലേക്ക് ഈ മണ്ഡലം മാറിയിട്ടുണ്ടെങ്കിൽ 38 വോട്ടിനാണ് കഴിഞ്ഞ പ്രാവശ്യം നജീബ് കാന്തപുരം ജയിച്ചതെങ്കിൽ ഈ പ്രാവശ്യം അത് 18,000 വോട്ടായി വർദ്ധിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. സാധാരണക്കാരായ ആളുകളുടെ പിന്നെ എന്താ പറയാ അവരുടെ മനസ്സറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു തരത്തിലേക്ക് അദ്ദേഹം മാറിയത് കൊണ്ടാണ് ഇത്ര വലിയ പരിഭ്രാന്തി CPM-ന് ഈ പെരിന്തൽമണ്ണയിലുള്ളത്. 100% ഞങ്ങൾ പറയുന്നു, ഈ ഫ്ലക്സ് യുദ്ധം കൊണ്ടൊന്നും ഒരു കാര്യമില്ല. ഇതൊക്കെ എന്താ അറിയോ, അവർക്ക് ആദ്യം സ്ഥാനാർത്ഥിയെ കാണട്ടെ. അവർ CPM-ന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി ആരാണ് എന്ന് പറയട്ടെ. ഞങ്ങൾ ഒരു സംശയത്തിനിടയിലാണ് ഞങ്ങളെ സ്ഥാനാർത്ഥി നജീബ് കാന്തപുരമാണ്. UDF-ന്റെ സ്ഥാനാർത്ഥി നജീബ് കാന്തപുരം. അങ്ങനെ സ്ഥാനാർത്ഥിയുടെ പേര് പോലും പറയാനില്ലാതെ ഫ്ലക്സ് യുദ്ധം കൊണ്ടൊക്കെ എന്താ കാര്യം? അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. ഇവിടെ 100% പിന്നെ നജീബ് കാന്തപുരം ജയിക്കുന്നുള്ള കാര്യത്തിലും മത്സരിക്കുന്ന കാര്യത്തിലും ഒരു സംശയമില്ല. അപ്പോൾ ഫ്ലക്സ് യുദ്ധത്തെ കുറിച്ച് AK മുസ്തഫ അതുപോലെ അറഞ്ഞിക്കൽ ആനന്ദനൊക്കെ പറഞ്ഞത് ഈ പെരിന്തൽമണ്ണക്കാരെ എപ്പോഴും പറ്റിക്കാൻ പറ്റില്ല എന്ന രീതിയിലാണ് പറഞ്ഞത്. എല്ലാ കാലത്തും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ തരികിട കാണിച്ച് അവസാനം പറ്റിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന തരത്തിലാണ് ഇവരൊക്കെ പറഞ്ഞു വെക്കുന്നത്. ഏതായാലും രാഷ്ട്രീയം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെയല്ലേ, അതൊരു വലിയ മത്സരത്തിലേക്കും വീറും വാശിയും നിറഞ്ഞ മത്സരത്തിലേക്കും കടക്കുമെന്നതിൻ്റെ ഒരു മുന്നറിയിപ്പായിരിക്കും ഇപ്പോൾ ഈ ഫ്ലക്സ് യുദ്ധം എന്നാണ് പൊതുജനങ്ങൾക്ക് തോന്നുന്നത്, ഞങ്ങൾക്കും തോന്നുന്നത്. മത്സരിക്കുന്നവർ മത്സരിക്കും, ജയിപ്പിക്കേണ്ടത് ആരാണെന്ന് ജനം തീരുമാനിക്കും. ആരെ ജയിപ്പിക്കണമെന്നും ആരെ ഭരിപ്പിക്കണമെന്നും തീരുമാനിക്കുന്നത് ജനങ്ങളാണ്. ജനം തീരുമാനിക്കട്ടെ അവർക്കായി ആര് ജയിക്കണമെന്നും ആര് ഭരിക്കണമെന്നും. ക്യാമറമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം ജബ്ബാർ വേണാർ, ചാനൽ 10, പെരിന്തൽമണ്ണ. പെരിന്തൽമണ്ണ EMS മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിന്റെ 150 കോടി രൂപ ചിലവിൽ നിർമ്മിച്ച പുതിയ രജത ജൂബിലി കെട്ടിട സമുച്ചയം നാടിന് സമർപ്പിച്ചു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത ഈ അത്യാധുനിക സമുച്ചയം മികച്ച ചികിത്സാ സൗകര്യങ്ങളോടെ ഇപ്പോൾ ജനങ്ങൾക്കായി തുറന്നു പ്രവർത്തിക്കുന്നു. കൂടെയുണ്ട് കരുതലായി.